ഇത് മെക്സിക്കോയിലെ ഗാഡലൂപ്പ എന്ന് പറയുന്ന സ്ഥലത്തെ വിശുദ്ധ ദൈവമാതാവിൻ്റെ പള്ളിയുടെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരു കത്തീഡ്രൽ ചർച്ചാണ്. 3-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ലോകത്തിലെ 3-ാമത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ് മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പ. ഇവിടെയാണ് ലോകത്തിലെ 3-ാമത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഗ്വാഡലൂപ്പയിലെ വിശുദ്ധ മാതാവിൻ്റെ ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഗ്വാഡലൂപ്പ മാതാവിൻ്റെ ദേവാലയം. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിൽ വിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 3 പ്രാവശ്യമാണ് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. മെക്സിക്കോയിലെ പാരമ്പര്യമനുസരിച്ച് ഒരു ആദിവാസി കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോഴാണ് മാതാവ് കുന്നിൻ മുകളിൽ ആദിവാസിയായ മനുഷ്യന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഒരു ദേവാലയം പണിതുയർത്തുവാൻ ബിഷപ്പിനോട് ആവശ്യപ്പെടണമെന്ന് മാതാവ് ആദിവാസിയോട് പറഞ്ഞു. എന്നാൽ ബിഷപ്പ് ആദിവാസിയോട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തെളിവ് നൽകുവാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യവും ആദിവാസിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ മാതാവ് ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അവിടെ നിന്നും പ്രത്യേകതരം പുഷ്പങ്ങൾ ഇറുത്തെടുത്ത് ബിഷപ്പിന് നൽകുവാൻ പറഞ്ഞു. ആദിവാസി പുഷ്പങ്ങൾ ഇറുത്തെടുത്ത് കുപ്പായത്തിനുള്ളിൽ ശേഖരിച്ച് ബിഷപ്പിന്റെ അടുത്ത് ചെന്നു. തുടർന്ന് കുപ്പായം തുറന്നപ്പോൾ ബിഷപ്പ് ആ വസ്ത്രത്തിൽ വിശുദ്ധ മാതാവിന്റെ രൂപം തെളിഞ്ഞു കാണുകയും മുട്ടുകുത്തി നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബസലിക്ക ഇവിടെ സ്ഥാപിതമായത്. ആദിവാസി മാതാവിനെ ദർശിച്ച സ്ഥലത്താണ് ആദ്യം ദേവാലയം നിർമ്മിച്ചത്. ജനത്തിരക്ക് ഏറിയതോടെയാണ് വലിയ ബസലിക്ക പള്ളി പണി കഴിപ്പിച്ചത്. കാലക്രമത്തിൽ ആ ദേവാലയം ഇരുത്തിയപ്പോഴാണ് ആധുനിക സാങ്കേതിക വിദ്യയിൽ 3-ാമത്തെ ബസലിക്ക ദേവാലയം നിർമ്മിച്ചത്. അസംഖ്യം തീർത്ഥാടകരാണ് ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുവാൻ ദിവസവും എത്തുന്നത്. പുതിയ ബസലിക്കയിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഒരേ സമയം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള വിസ്തൃതിയും സൗകര്യവും ഉണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് കുർബാനയുണ്ട്. അത്രത്തോളം ആളുകളാണ് ഞായറാഴ്ച ഗ്വാഡലൂപ്പ മാതാവിൻ്റെ പള്ളിയിൽ എത്തുന്നത്. പൂക്കളാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പുരാതന കാലത്ത് സൂര്യാരാധനയും ചന്ദ്രാരാധനയും നടത്തിയിരുന്ന ജനവിഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും സൂര്യനുദിക്കുവാൻ ഒരു മനുഷ്യന് വീതം ബലി കൊടുത്തിരുന്ന നാടായിരുന്നു ഗ്വാഡലൂപ്പ. വിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലിന് ശേഷമാണ് മനുഷ്യബലി നിർത്തലാക്കിയത്. ആദിവാസിയെന്നോ പരിഷ്കൃതനെന്നോ ഭേദമില്ലാതെ നിഷ്കളങ്കമായ മനസ്സുകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന വിശുദ്ധ മാതാവിന്റെ അനുഗ്രഹം ചരിത്രത്തിലങ്ങോളം കാലദേശങ്ങൾക്കതീതമായി തുടരുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി ബ്യൂറോ.